ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആ വ്യക്തിയെ ഞാൻ എങ്ങനെ മറക്കുമെന്ന്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഒരു വ്യക്തിയെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു, ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പോയി, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇനി എങ്ങനെ ആ വ്യക്തിയെ മറക്കും എന്നുള്ള കാര്യം, നമ്മുടെ ലൈഫ് എത്രയും ഉണ്ടോ അത്രയും കാലം നമ്മൾ ആ വ്യക്തി ഓർക്കും. പക്ഷെങ്കിൽ അതിൻ്റെ ഇമോഷൻസിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ നല്ല സങ്കടത്തിലായിരിക്കാം, നല്ല കരച്ചിലായിരിക്കാം, ആ വ്യക്തി നിങ്ങൾ ഒരുപാട് പ്രാകുന്നുണ്ടായിരിക്കാം, ശപിക്കുന്നുണ്ടായിരിക്കാം, ആ വ്യക്തിയെപ്പറ്റി അറിയാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങളൊരു പേപ്പർ എടുക്കുക. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഇമോഷൻസിനെ, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ സങ്കടത്തെയും നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതുക. ചിലപ്പോൾ 1 പേപ്പർ ആയിരിക്കത്തില്ല, 2 പേപ്പർ ആയിരിക്കത്തില്ല, 5 പേപ്പർ ആയിരിക്കത്തില്ല, 10 പേപ്പർ ആയിരിക്കത്തില്ല. എത്രയും നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത്രയും നിങ്ങൾ എഴുതുക. എഴുതിയിട്ട് നിങ്ങളത് കത്തിച്ച് കളയുക. ആ ചാരം നിങ്ങൾ ഏതെങ്കിലും ഒരു ചെടിയുടെ ചോട്ടിൽ നിക്ഷേപിക്കുക. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു 7 ദിവസമെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടത്തിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ നിങ്ങളുടെ എനർജി മുഴുവൻ ആ വ്യക്തിയിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ആ വ്യക്തി എന്നെ ഓർക്കുന്നില്ലേ, ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ചിന്തയില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരിക്കലുമില്ല. കാര്യം, നിങ്ങൾ എത്രയും സങ്കടപ്പെടുന്നോ, എത്രയും നിങ്ങൾ കരയുന്നോ അത്രയും ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യില്ല. അതേസമയം എന്ന് നിങ്ങൾ ഇതിനകത്ത് നിന്ന് പൂർണ്ണമായിട്ട് വെളിയിൽ വരുന്നോ ആ സമയത്ത് ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യും, ഉറപ്പാണ്. അതിന് ചെയ്യേണ്ടത് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് ലവിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ യൂട്യൂബിനകത്ത് ലഭ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ വരുന്ന സമയങ്ങളിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തരും. സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം നിങ്ങളൊരു മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതി വെക്കുക. ഓരോ ദിവസവും നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചനാഥന് നിങ്ങൾ നന്ദി കൊടുക്കുക. നിങ്ങൾക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ തന്നതാണ്, അതിന് നിങ്ങൾ നന്ദി കൊടുക്കുക. അഫർമേഷൻസ് നിങ്ങൾ പറയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വിഷമത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു മോചനമുണ്ടാകും. എപ്പോഴും ഒന്നും ഈ ഇമോഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. കുറേ കഴിയുമ്പോൾ നിങ്ങൾ ഇതിനെ ഓവർകം ചെയ്ത് വെളിയിൽ വരും. പക്ഷേ അത്രയും നാൾ നിങ്ങൾ ശക്തമായിട്ട് പിടിച്ചു നിൽക്കണം. അതിനുള്ള ചില സൊല്യൂഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ജെബിൻ മാവേലിക്കര. ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആ വ്യക്തിയെ ഞാൻ എങ്ങനെ മറക്കുമെന്ന്.